കിറ്റ് നൽകി നിങ്ങൾ മയക്കിയ കേരളത്തിലെ ജനങ്ങൾക്കിട്ട് 80ന്റെ പണി നൽകലല്ലേ ഇത്? ഒന്നും രണ്ടുമല്ല, 232 കോടിയാണ് ഇതിനായി പൊടി പൊടിച്ചത്. ക്യാമറയുടെ കാര്യത്തിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി. മുഖ്യമന്ത്രിയാകട്ടെ സുദീർഘമായ മൗനത്തിലാണ്. നമസ്കാരം. AI ക്യാമറയിൽ കുരുങ്ങി കേരളം. യഥാർത്ഥത്തിൽ AI ക്യാമറ കൊണ്ട് സംസ്ഥാന സർക്കാർ എന്താണ് അർത്ഥമാക്കുന്നത്? കിറ്റ് നൽകി നിങ്ങൾ മയക്കിയ കേരളത്തിലെ ജനങ്ങൾക്കിട്ട് 80ന്റെ പണി നൽകലല്ലേ ഇത്? പലവകയിൽ നികുതി വർദ്ധിപ്പിച്ചത് പോരാഞ്ഞിട്ടാണിപ്പോൾ AI ക്യാമറ എന്ന പുതിയ ഊരാക്കുരുക്ക്. നികുതിയുടെ കാര്യത്തിൽ വട്ടം കറങ്ങുന്ന ജനങ്ങൾക്കിപ്പോൾ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അവസ്ഥയാണ്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിൽ ഖജനാവ് കാലിയാക്കിയാണ് AI ക്യാമറയ്ക്കായി പണം മുടക്കിയത്. ഒന്നും രണ്ടുമല്ല, 232 കോടിയാണ് ഇതിനായി പൊടി പൊടിച്ചത്. പദ്ധതിയെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. നമ്മൾ നൽകുന്ന നികുതി പണം ഉപയോഗിച്ച് നമുക്ക് തന്നെ പണിഞ്ഞതല്ലേ ഈ പുതിയ നിരീക്ഷണ ക്യാമറ. എന്നാൽ ഇതിന് പിന്നാലെ പല വിവാദങ്ങളാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങൾ വഴിയും സർക്കാരിനെതിരെ വിമർശനം ഉയരുകയാണ്. രസകരമായ പല ട്രോളുകളും പ്രചരിക്കുന്നുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിലാണ് ഗതാഗത മന്ത്രി. മുഖ്യമന്ത്രിയാകട്ടെ സുദീർഘമായ മൗനത്തിലാണ്. അഴിമതിയുടെ മകിട ഉദാഹരണമായി AI ക്യാമറ മാറിയിരിക്കുന്നു.